ഹായ് ഒരുവൺ. സോ 25 ലക്ഷത്തിലധികം നീറ്റ് ആസ്പിരൻസ് കാൻഡിഡേറ്റ്സ് കാത്തിരുന്ന ആ ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. പ്ലസ് ടുവിന് ശേഷം എൻട്രൻസ് എക്സാം എഴുതിയ കുട്ടികളുണ്ടായിരിക്കും, 1 ഇയർ റിപ്പീറ്റ് ചെയ്ത് എഴുതിയ മക്കളുണ്ടായിരിക്കും, 2-3 വർഷം റിപ്പീറ്റ് ചെയ്ത് എഴുതിയ കുട്ടികളുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഒക്കെ ഹാർഡ് വർക്കിൻ്റെ, അവരുടെ എഫേർട്ടിൻ്റെ റിസൾട്ട് കിട്ടുന്ന ദിവസം മാത്രമല്ല, അവരെ പഠിപ്പിച്ച ഞങ്ങൾ അധ്യാപകരുടെയും അതേപോലെ അവരുടെ പാരൻസിൻ്റെയും റിസൾട്ട് ഡേ കൂടിയാണ് ഇന്ന്. സോ കെമിസ്ട്രി എക്സാം എങ്ങനെയുണ്ടായിരുന്നു, അത് ഡിഫിക്കൽട്ടി ലെവൽ എത്ര മാത്രമായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ട് റെയ്സ് ഏഗൻ്റെ കെമിസ്ട്രി എക്സ്പേർട്ട് ആയിട്ടുള്ള ഹാഷിം സർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാണ്. ഹായ് സർ. ഹായ് മക്കളെ. ഹായ് മിസ്സേ. യെസ്. അപ്പോൾ നീറ്റ് കെമിസ്ട്രിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ഓർഗാനിക് കെമിസ്ട്രിയിലെ ചില ക്വസ്റ്റ്യൻസ് കൺഫ്യൂസിംഗ് ആയിരുന്നു. അപ്പോൾ റാങ്ക് ഡിസൈഡിംഗ് എന്നുള്ള നിലയ്ക്ക് ഉയർന്നു വന്ന സബ്ജക്റ്റ് ആണ് കെമിസ്ട്രി അല്ലേ? പക്ഷേ ഈ വർഷം പൊതുവെ കുട്ടികൾ ഈസി ആയിരുന്നു എന്നുള്ള കാര്യമാണ് നമ്മളെ അറിയിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ വർഷം അവരുടെ സ്കോറിനെ കെമിസ്ട്രി എഫക്ട് ചെയ്യുക? മിസ്സേ, കെമിസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് നമുക്കുണ്ടായിരുന്നത് 50 ക്വസ്റ്റ്യൻസിൽ ഒരു 45 ചോദ്യങ്ങളും ഒരു ഈസി ആവറേജ് ലെവലിൽ നിൽക്കുന്ന ചോദ്യങ്ങളാണ്. ഒരു ഡിഫിക്കൽട്ടി ലെവലിലുള്ള ഒരു 5 ക്വസ്റ്റ്യൻസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിലുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ നമുക്ക് 45 ക്വസ്റ്റ്യൻസേ ആൻസർ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ മക്കളെ സംബന്ധിച്ച് ഒരു ഈസി ആവറേജ് റേഞ്ചിലേക്ക് മുഴുവൻ ചോദ്യങ്ങളെയും ഒതുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നത്. ഒരു 3 ക്വസ്റ്റ്യൻ ആവറേജ് ആണെങ്കിലും ലെങ്തി ആയിരുന്നു, കുറച്ച് ചെയ്തെടുക്കാനുള്ള സമയം ആവശ്യമായിട്ട് വന്നു. കുറച്ചൊരു ന്യൂമറിക്കൽ ഡിഫിക്കൽട്ടി ഒക്കെ വന്ന ചോദ്യങ്ങളാണ് 3 എണ്ണം. പിന്നെ മിസ് സൂചിപ്പിച്ച പോലെ ഓർഗാനിക്കിലേക്ക് വരുന്ന സമയത്ത് കഴിഞ്ഞ വർഷത്തെ പോലെ ഉണ്ടായിരുന്ന ഒരു ഷിഫ്റ്റ് ഒന്നും വെച്ച ചോദ്യങ്ങളും കാർബോക്കേറ്റോണിൻ്റെ ഷിഫ്റ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചുകൂടെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു എന്നുള്ളതാണ്. ഒരു ഓവറോൾ പറയുമ്പോൾ ഒരു 17 ക്വസ്റ്റ്യൻ ഈസി ആയിരുന്നു, 25 ചോദ്യങ്ങളാണ് ആവറേജിൽ ഉണ്ടായിരുന്നത്. ഒരു 3 ക്വസ്റ്റ്യൻസ് ആവറേജ് പ്ലസ് ലെങ്തി എന്ന് പറയുന്ന ഒരു കാറ്റഗറി നമുക്ക് ഉൾക്കൊള്ളിക്കാം. അതേസമയം 5 എണ്ണം ഡിഫിക്കൽട്ട് ആയിരുന്നു. അപ്പോൾ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു അവരെ ഏറ്റവും ഭയപ്പെടുത്തിയിരുന്നത് പി ബ്ലോക്ക് അതേപോലെ പ്രാക്ടിക്കൽ കെമിസ്ട്രി. ഇത് രണ്ടും അവർ ബോർഡ് എക്സാമിന് വേണ്ടി പഠിക്കാത്തതാണ്. സോ അത് അവരെ കുഴപ്പിച്ചോ ഈ വർഷം? യഥാർത്ഥത്തിൽ പി ബ്ലോക്കിൽ നിന്ന് നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ പ്രാക്ടിക്കൽ കെമിസ്ട്രിയിൽ 2 ചോദ്യങ്ങളാണ്. അപ്പോൾ ഓൾ ടുഗദർ 4 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പി ബ്ലോക്ക് പ്ലസ് പ്രാക്ടിക്കൽ കെമിസ്ട്രിയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ മിസ് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നാൽ, പ്രാക്ടിക്കൽ കെമിസ്ട്രിയിൽ ഒരു ഈസി ക്വസ്റ്റ്യനും ഒരു ആവറേജ് ക്വസ്റ്റ്യനും ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ പി ബ്ലോക്കിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിലേക്ക് വന്നാലും ഒരു ഈസി ക്വസ്റ്റ്യനും ഒരു ആവറേജ് ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ഓവറോൾ 4 ക്വസ്റ്റ്യനും ഒരു ആവറേജിൽ നിൽക്കുന്നതേ ഉള്ളൂ. ഒരു ഡിഫിക്കൽട്ടി ലെവലിലേക്ക് ഉയർന്നിട്ടില്ല, ഉണ്ടായിരുന്നില്ല. ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എല്ലാവർക്കും. അതേപോലെ നമ്മുടെ NCERT സിലബസ് നോക്കുകയാണെങ്കിൽ കുറേ ചാപ്റ്റേഴ്സ് കെമിസ്ട്രിയിൽ ഡിലീറ്റഡ് ആയിരുന്നു. അപ്പോൾ ഡിലീറ്റഡ് ചാപ്റ്റേഴ്സ് കൂടുതലും +1-ലായിരുന്നു. അപ്പോൾ നീറ്റിന്റെ സിലബസിലേക്ക് വന്ന് നീറ്റ് എക്സാമിലേക്ക് വരുമ്പോൾ വെയിറ്റേജ് എങ്ങനെയാണ് വന്നത്? +1 +2 വെയിറ്റേജ്? അത് +1-ൽ സത്യം പറഞ്ഞാൽ ഒരു ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പ്രത്യേകത. 24 ചോദ്യങ്ങൾ നമ്മുടെ +1 ചാപ്റ്ററുകളിൽ നിന്നായിരുന്നു. അതേപോലെ തന്നെ ഒരു 24 ക്വസ്റ്റ്യൻ +2-ൽ നിന്നായിരുന്നു. അപ്പോൾ 48ആയി. പ്ലസ് 2 ക്വസ്റ്റ്യൻ നമ്മൾ പ്രാക്ടിക്കൽ കെമിസ്ട്രി നമ്മളിപ്പോൾ 2 ഇയറിലൂടെ കോമൺ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്താൽ 24 ഒരു 2 പ്രാക്ടിക്കൽ കെമിസ്ട്രി ചോദ്യം. അപ്പോൾ ഒരു വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് റിയാലിറ്റി. യെസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് ഏറ്റവും അവരെ ടഫായിട്ട് വരുന്ന ഒരു പോർഷൻ ഓർഗാനിക് തന്നെയാണ്. നമ്മൾ ഓർഗാനിക്കിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. അപ്പോൾ ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഓർഗാനിക്കിൽ നിന്ന്. ഓർഗാനിക്കിൽ നിന്ന് നമുക്ക് ഉണ്ടായിരുന്നത് ആകെ 15 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിലിപ്പം ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് എന്ന ചാപ്റ്ററിന് 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൈഡ്രോ കാർബൺസ് എന്ന ഫസ്റ്റ് ഇയർ ചാപ്റ്ററിന് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹാലോ അൽക്കൈന് 2, ആൽക്കഹോൾസ് 2, ആൾഡിഹൈഡിന് 2, അമൈൻസ് 2, ബയോമോളിക്യൂൾസ് 1 ക്വസ്റ്റ്യൻ. അപ്പോൾ മൊത്തം 15 ചോദ്യങ്ങളാണ് ഓർഗാനിക് പാർട്ടിൽ ഉണ്ടായിരുന്നത്. അതിലൊരു ഡിഫിക്കൽട്ടി ലെവൽ ചോദ്യം എന്ന് പറയുന്നത് 1 ചോദ്യം മാത്രമാണ്. ബാക്കിയെല്ലാം ഒരു ഈസി പ്ലസ് ആവറേജ് കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു എന്നുള്ളതാണ് ഓർഗാനിക്കിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഓർഗാനിക് പോലെ തന്നെ വരുന്ന ഒരു ആളാണ് ഫിസിക്കൽ കെമിസ്ട്രി. ഫിസിക്കൽ കെമിസ്ട്രിയിലെ ന്യൂമറിക്കൽസ് നമ്മൾ അവരോട് പറയും. ഫിസിക്കൽ കെമിസ്ട്രി ഇൻഓർഗാനിക് ഒക്കെ NCERT ലൈൻ ബൈ ലൈൻ പഠിക്കാനാണ് പറയാറ്. അപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രിയിലെ ന്യൂമറിക്കൽസ് അതിന്റെ ടഫ് ലെവൽ എങ്ങനെയുണ്ടായിരുന്നു? ഒരു ന്യൂമറിക്കലിലേക്ക് വന്നു കഴിഞ്ഞാൽ 19 ചോദ്യങ്ങളാണ് നമുക്ക് ഫിസിക്കൽ കെമിസ്ട്രിയിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ഒരു 10 എണ്ണമാണ് മാക്സിമം നമുക്കൊരു ന്യൂമറിക്കൽ ടൈപ്പ് എന്ന് പറയാനുള്ളത്. അതായത് പ്രോബ്ലം നമ്പേഴ്സ് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്, ഒരു ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ട പ്രോബ്ലം ഉണ്ടായിരുന്നത് വെറും 10 എണ്ണമാണ്. അത് തന്നെ ഒരു ഡിഫിക്കൽട്ടി ലെവലിൽ വളരെ കുറഞ്ഞ ചോദ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സോ നന്നായിട്ട് കുട്ടികൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനിലേക്ക് വന്ന സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന് പറഞ്ഞ 1ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് 3 ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്.
അതേപോലെ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ 2, തെർമോഡൈനാമിക്സിൽ 2, ഇക്വിലിബ്രിയത്തിൽ 3 ചോദ്യം. അതിലൊരു ക്വസ്റ്റ്യൻ കുറച്ചൊരു കാൽക്കുലേഷനിൽ കുറച്ചൊരു സമയമൊക്കെ എടുക്കും. ഒരു അത്ര നല്ലൊരു വൃത്തിയുള്ള നമ്പർ ആയിരുന്നില്ല, കുറച്ച് ടൈം എടുക്കും, അത്രേ ഉള്ളൂ, എന്നാലും ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അതേപോലെ റിഡോക്സ് റിയാക്ഷനിൽ ഒരു ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. സൊല്യൂഷൻസിലേക്ക് വരുമ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുപോലെ ഇലക്ട്രോ കെമിസ്ട്രിയിൽ 2 ഉണ്ടായിരുന്നു. കൈനറ്റിക്സിൽ 3 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓൾ ടുഗദർ 19 ചോദ്യങ്ങളായിരുന്നു ഫിസിക്കൽ കെമിസ്ട്രിയിൽ. അതിൽ 10 ന്യൂമറിക്കൽ ടൈപ്പിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന, ബാക്കിയൊക്കെ ഡയറക്റ്റ് ചോദ്യങ്ങളായിരുന്നു 9. അപ്പോൾ പ്രതീക്ഷിച്ചൊരു ബുദ്ധിമുട്ട് ഫിസിക്കൽ കെമിസ്ട്രിയെ സംബന്ധിച്ചും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ വാസ്തവം. സന്തോഷകരമായ അതെ, തീർച്ചയായിട്ടും. ഇതിന് നമ്മുടെ മക്കൾക്ക് ആശ്വാസം പകരുന്നത് ഇനോർഗാനിക് കെമിസ്ട്രി തന്നെയാണ്. അതായത് ബയോളജി എങ്ങനെയാണോ പഠിക്കുന്നത് അതേ ഒരു ലെവലിൽ പഠിക്കാൻ പറ്റുന്ന ഒരു, ബയോളജി ഈസി ആണെന്നല്ല, പക്ഷെ ന്യൂമറിക്കൽസും കെമിക്കൽ റിയാക്ഷൻസും ഒന്നും അവരെ ഇനോർഗാനിക്കിൽ അവരെ ഭയപ്പെടുത്തുന്നില്ല. സോ ഇനോർഗാനിക് കെമിസ്ട്രി ഈസി ആയിരുന്നു അല്ലേ? ഇനോർഗാനിക്കിലും നമുക്ക് കുറഞ്ഞ ചാപ്റ്റേഴ്സ് ഉള്ളൂ ഇപ്പോൾ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ. അതിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്ന് 2 ക്വസ്റ്റ്യൻ വന്നു. കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് 4 ചോദ്യങ്ങൾ വന്നു. അതേപോലെ പി ബ്ലോക്കിലേക്ക് വരുമ്പോൾ 2 വന്നു, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതേപോലെ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. കോർഡിനേഷൻ കോമ്പൗണ്ട്സിലും 3 ചോദ്യം. ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെ. കോർഡിനേഷൻ കോമ്പൗണ്ടിലൊക്കെ ഈ ചാപ്റ്ററുകളൊക്കെ ഡിലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ 3 ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ, മൊത്തത്തിൽ 12 ക്വസ്റ്റ്യൻ ആയിരുന്നു. 12 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇനോർഗാനിക്കിന്റെ പാർട്ടിൽ നിന്നുണ്ടായിരുന്നത്. അതും കുട്ടികളെ പ്രയാസപ്പെടുത്തിയിട്ടൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത്. യെസ്. അപ്പോൾ ഹാഷിൻ സാറെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വർഷം എൻട്രൻസ് മേഖലയിൽ നമ്മുടെ കുട്ടികളോടൊപ്പം ഉള്ള സാറാണ്. അപ്പോൾ സാറ് കുട്ടികളുടെ ടെൻഷനും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. കാരണം 2 years ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ടെൻസ്ഡ് ആയിട്ടുള്ള ഡേ ആണ്. എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം മക്കൾക്കൊക്കെ ടെൻഷൻ ആയിട്ടുള്ള ഡേ ആയിരുന്നു ഇന്നലെ. അപ്പോൾ ഇന്ന് നമുക്ക് വരുന്ന റിസൾട്ടുകൾ അനുസരിച്ച് നമ്മുടെ കുട്ടികളുടെ മാത്രമല്ല നമ്മുടെയും കുറേ നാളത്തെ ഹാർഡ് വർക്കാണ്. ഈവൻ ഇന്നലെ വരെ നമ്മൾ അവർക്ക് ലൈവുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. യെസ്. അപ്പോൾ നമ്മളും കാത്തിരുന്ന ദിവസം തന്നെയാണ്. അപ്പോൾ എന്നാലും ചില കുട്ടികൾക്ക്, ചില മക്കൾക്ക് അവർ വിചാരിച്ച ലെവലിൽ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല എന്ന് കരുതി, ചിലപ്പോൾ നിങ്ങളുടെ ഡേ അല്ല എന്ന് കരുതിയാൽ മാത്രം മതി. സോ ആ മക്കളുടെ അടുത്ത് സാറിന് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒരു MBBS എന്നുള്ളത് നിങ്ങളുടെ ഡ്രീം ആണെങ്കിൽ, ഇപ്പോൾ ഇവിടെ MBBS നിൽക്കുന്നു, നമ്മൾ ഇവിടെ വരെ ഓടിയിട്ട് അതിൽ നിന്ന് തിരിച്ചോടുന്നത് തീർച്ചയായിട്ടും മണ്ടത്തരാണ്. നമ്മളൊരു എന്തൊരു കോച്ചിങ് ക്ലാസ്സിന് പോവുകയാണെങ്കിലും സ്വാഭാവികമായിട്ട് ചിലപ്പോൾ 1 year കൊണ്ട് കിട്ടാത്ത ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ഒരു വർഷം കൂടെ സ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു മോശം കാര്യമല്ല. നിങ്ങളുടെ ഡ്രീം ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ പിന്നിൽ പോകണം, നിങ്ങളത് നേടിയെടുക്കണം എന്നുള്ളത് തന്നെയാണ് ആ കുട്ടികളോട് പറയാനുള്ളത്. അതിന് എത്രമാത്രം പ്രയത്നം നമ്മുടെ ഭാഗത്തുനിന്ന്, നല്ല രൂപത്തിലുള്ളൊരു ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്ക്, അതൊരു വർഷമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റും, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ. യെസ് മക്കളെ, അത് തന്നെയാണ്. നിങ്ങൾ അതിനുള്ള എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും, ഇന്നല്ലെങ്കിൽ നാളെ. സോ ഇന്ന് പിന്തിരിയാതെ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ നിങ്ങൾ വർക്ക് ചെയ്യുക. ഞങ്ങൾ എന്നും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ആൻഡ് എല്ലാ മക്കൾക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ റിസൾട്ട് കിട്ടട്ടെ, നിങ്ങളുടെ എഫേർട്ടിൻ്റെ ബലം കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഓൾ ദി വെരി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്.